വയനാട് ദുരന്തത്തിന്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട് തികയുകയാണ്. ഈ 2 വർഷം പിന്നിടുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. ഏറ്റവും പ്രധാന കാര്യം വീണ്ടും വീണ്ടും ദുരന്തമുഖമാകുന്ന കാഴ്ച വയനാട്. അത് അധികാരികളുടെ അനാവശ്യമായ ഇടപെടലുകൾ കൊണ്ടും ധൃതികൾ കൊണ്ടും ഭരണാധികാരികളുടെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ വയനാട് വീണ്ടും വീണ്ടും ദുരന്തഭൂമിയാകുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കുകയും മറ്റും ചെയ്ത്. അതും നമ്മളെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. പ്രശാന്ത സുന്ദരമായ ഹരിതഭംഗിയുള്ള കേരളത്തിൻ്റെ മുഖച്ഛായയായി മാറിയ ഒരു പ്രദേശമാണ് വയനാട്. പക്ഷേ അതിനെ മനുഷ്യൻ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കൊല്ലുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ദുരിതത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം, അവരുടെ വീട് നിർമ്മാണമൊക്കെ ഇപ്പോഴും പാതി വഴിയിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി മനസ്സിലാക്കണം. കാരണം മനുഷ്യരെല്ലാം നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്നാണ് ആ ദുരന്തമുഖത്ത് പ്രവർത്തിച്ചതും ഒപ്പം ഇവർക്കുള്ള സംഭാവനകളൊക്കെ നൽകിയതും മറ്റും. പക്ഷേ അതൊന്നും കാര്യക്ഷമമായി വിനിയോഗിക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും 2 ആണ്ട് തികയുകയാണ്. ഇനിയും ഒരു ദുരന്തം വയനാട്ടിലേക്ക് വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് രാവിലെ ആരംഭിക്കാം. വരുന്ന 4 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കു സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. വയനാട്ടിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. ഒറ്റപ്പെട്ട മറ്റിടങ്ങളിലും മഴയ്ക്കു സാധ്യത. ശക്തമായ കാറ്റുണ്ടായേക്കാമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട്. രാവിലെ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും. കൽപ്പറ്റയിലും ടൗൺഷിപ്പിലും നിന്ന് പ്രത്യേക ബസ് സർവീസ്. പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. ലഹരിക്കണ്ണുകൾ പൊട്ടിക്കാൻ ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ, മറുവശത്ത് ലഹരി ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ വിളിപ്പുറത്തെത്തിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. കഞ്ചാവ് ഉൾപ്പെടെയുള്ള അവ നിറച്ച് പുകയ്ക്കാനുള്ള പ്രീ റോൾ കോണുകൾ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിൽ സുലഭം. ആവശ്യക്കാരിലേറെയും കുട്ടികൾ. ന്യൂസ് 18 അന്വേഷണം. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ UDF യോഗം ഇന്ന് തലസ്ഥാനത്ത്. യോഗം രാവിലെ 11 മണിക്ക് ക്ലിഫ് ഹൗസിൽ. ബോർഡ്, കോർപ്പറേഷൻ അധ്യക്ഷ, ഉപാധ്യക്ഷ പദവികളിൽ തീരുമാനമുണ്ടാകും. തർക്കങ്ങൾ പരിഹരിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്താനും തീരുമാനമുണ്ടാകും. റേഷൻ കടകൾ മുടങ്ങുന്നത് ഒഴിവാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇ-പോസ് സംവിധാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും യോഗത്തിൽ മന്ത്രിയുടെ കർശന നിർദ്ദേശം. ഓണക്കാലത്ത് റേഷൻ കട പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും മന്ത്രി. പാക് അധിനിവേശ കശ്മീരിലും ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ജനരോഷം രൂക്ഷം. സൈന്യവും പാക് ഭരണകൂടവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധം തെരുവിൽ. പാക് സൈന്യം വെടിവെച്ചു കൊന്ന പെൺകുട്ടിയുടെ മൃതദേഹം വാഹനത്തിന് മുന്നിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇറാനിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. ഗൾഫിലെ US കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയെന്ന് വിശദീകരണം. ഇനി അമേരിക്കയുടെ ഊഴമെന്ന് ട്രംപ്. പലയിടത്തും സ്ഫോടനമുണ്ടായെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ. ബുഷേറിലും ഖേഷം ദ്വീപിലും മിസൈൽ വീണു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരളത്തിൽ അടുത്ത 4 ദിവസം അതിശക്തമായ മഴയ്ക്കു സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അങ്കണവാടി, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളത്തിൽ പലയിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കൂടി ഉണ്ട്. ഏതാണ്ട് എല്ലാ ജില്ലകളിലും നാളെയും മറ്റന്നാളും വെള്ളിയും ശനിയും ഒക്കെ കാര്യമായ മഴ പെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
ഓഗസ്റ്റ് 1-ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ അതിശക്തമായ മഴ മുന്നറിയിപ്പുമുണ്ട്. അതായത് കുറച്ച് നാളുകളായി മഴ ഇല്ലാതെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഓഗസ്റ്റ് 2 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റടിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം UDF-ഉമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും വലിയ പരാതി, ആക്ഷേപം, UDF-ന് ഏകോപന സമിതിയുണ്ട്. ബോർഡ് കോർപ്പറേഷൻ തീരുമാനങ്ങൾ വൈകുന്നുണ്ട്. പല സമിതികളിലേക്കും ആളുകളെ നിയമിക്കാനുണ്ട്. മന്ത്രിമാരുടെ സ്റ്റാഫുകളിൽ പോലും ആളുകളാകാത്ത പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഭരണം കിട്ടി, പക്ഷേ പാർട്ടി സംവിധാനങ്ങൾ താറുമാറായി എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ UDF ഏകോപന സമിതി യോഗം ഇന്ന് ചേരുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ 11 മണിക്ക് ക്ലിഫ് ഹൗസിലാണ് യോഗം. വി.ഡി. സതീശൻ സർക്കാർ നേരത്തെ പറഞ്ഞ പോലെ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മുന്നണി യോഗമാണ്. സർക്കാരിന് കീഴിലുള്ള നിരവധി നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടാകും. വിവിധ കമ്മീഷനുകളിൽ നിയമനങ്ങൾ ഉണ്ടാകണം. ഘടകകക്ഷികൾക്കിടയിൽ വീതം വെക്കണം. തർക്കങ്ങൾ പരിഹരിച്ച് വേണം പദവികൾ വിഭജിക്കാൻ എന്നുള്ളതാണ്. ഉപസമിതിയെ ചുമതലപ്പെടുത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും UDF-ന് ഈ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ UDF വിട്ടുപോയ കേരള കോൺഗ്രസ് എം പോലെയുള്ള കക്ഷികൾ അവർ കഴിഞ്ഞ ഭരണകാലത്തൊക്കെ വഹിച്ചിരുന്ന സ്ഥാനങ്ങളുണ്ട്. LDF സർക്കാർ കൂടുതലായി കൊണ്ടുവന്ന ബോർഡുകളും കോർപ്പറേഷനുകളുമുണ്ട്. അതിൻ്റെയൊക്കെ വിഭജനമാണ് പ്രധാന വിഷയം. ഇന്ന് ആ യോഗം ചേരും എന്നാണ്, അതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. UDF സർക്കാർ അധികാരമേറ്റ് 2 മാസം പിന്നിടുമ്പോഴാണ് ആദ്യ മുന്നണി യോഗം ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് ചേരുന്നത്. അധികാരമേറ്റ സർക്കാരിന് ഒരുപാട് വെല്ലുവിളികൾ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ ഇന്നത്തെ UDF മുന്നണി യോഗത്തിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം പ്രധാനമായി ബോർഡ് കോർപ്പറേഷനുകളുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ലീഗ് നേതൃത്വവും അടക്കം അവകാശവാദവുമായി ഉന്നയിച്ചുകൊണ്ട് പല പദവികൾക്കും വേണ്ടി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകളായിരിക്കും നടക്കുക. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ ഉചിതമായ പദവികൾ അനുയോജ്യരായവർക്ക് നൽകുന്നതിന് വേണ്ടിയും ഒരു ഉപസമിതിയെ യോഗം ചുമതലപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മുന്നണിയെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളും UDF യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. എന്തായാലും സർക്കാർ അധികാരമേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗം എന്നൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ഇന്നത്തെ യോഗത്തിലുണ്ട്. 2 മാസത്തിനിടെ UDF സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി, അതായത് ഏത് തരത്തിൽ എത്ര കാര്യക്ഷമമായി 2 മാസം കൊണ്ട് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകളും വിലയിരുത്തലുകളും ഇന്നത്തെ UDF യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. റേഷൻ വിതരണത്തിലുള്ള ഇ-പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാലത്ത് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനുള്ള ജാഗ്രത വേണം. ഇക്കഴിഞ്ഞ 20-ാം തീയതി ഇ-പോസ് സംവിധാനത്തിലെ തകരാർ മൂലം റേഷൻ കടകൾ അടച്ചിടേണ്ടി വന്നൊരു പശ്ചാത്തലമൊക്കെ ഒരുങ്ങിയിരുന്നു. ഇത് പൂർണ്ണമായും ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് മന്ത്രി അനൂപ് ജേക്കബ് യോഗം വിളിച്ചത്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ, IT മിഷൻ, ഭക്ഷ്യവകുപ്പിലെ IT സെൽ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കണക്ടിവിറ്റി, നെറ്റ്വർക്ക് വിഷയങ്ങൾ സംബന്ധിച്ച് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ചർച്ച നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിതരണ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിന് ഇൻസ്റ്റന്റ് വഴികൾ തേടുകയാണ് നമ്മുടെ കുട്ടികൾ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സർക്കാർ പ്രത്യേകിച്ച് അധികാരത്തിൽ വന്ന ശേഷം ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നടത്തുന്ന വ്യാപകമായ റെയ്ഡുകൾ, അതിൽ പിടിക്കപ്പെടുന്ന നിരവധി കേസുകൾ, ഏറ്റവും ഒടുവിൽ 3 അധ്യാപികമാർ, നമ്മുടെ സമൂഹത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 3 അധ്യാപികമാർ പോലും ലഹരി വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന വാക്കുകൾ വലിയ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. പക്ഷേ അപ്പോഴും പല വിധത്തിലുള്ള മാർഗങ്ങൾ തേടിയാണ് ഈ ലഹരി കടത്തുകാർ അല്ലെങ്കിൽ ലഹരി വിതരണം ചെയ്യുന്നവർ കുട്ടികളെയും മറ്റും വലയിലാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇൻസ്റ്റന്റ് വഴികൾ തേടുന്ന നമ്മുടെ കുട്ടികളുടെ വാർത്തയാണ്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിറച്ച് പുകയ്ക്കാനുള്ള പ്രീ റോൾ കോണുകൾ അവർക്ക് കയ്യെത്തും ദൂരത്ത് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോണുകളുടെ ആവശ്യക്കാരിൽ ഏറെയും സ്കൂൾ കുട്ടികളാണ്. ന്യൂസ് 18-ന്റെ വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകാം.
സംസ്ഥാനത്ത് ലഹരിയുടെ അടിവേരിറക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വപ്ന പദ്ധതിയാണ് തൂഫാൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് തൂഫാൻ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ലഹരി ഉപയോഗത്തിന് പുതിയ വഴികൾ തേടുന്നവർ കുറവല്ല. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളടക്കം ഇൻസ്റ്റന്റായി ലഹരി ഉപയോഗിക്കാനുള്ള വഴികൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. അതെങ്ങനെയെന്ന് പരിശോധിക്കും. ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ നിത്യോപയോഗ സാധനങ്ങൾ കയ്യിലെത്തിക്കുന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഒരർത്ഥത്തിൽ വലിയ ആശ്വാസമാണിത്. പക്ഷേ അവയും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോൺ എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരത്തിൽ നിരവധി ഓപ്ഷനുകൾ തുറക്കപ്പെടും. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭം. എന്താണ് ഇതെന്നറിയാൻ ഞങ്ങളും ഓർഡർ ചെയ്തു. 4 മിനിറ്റിൽ സാധനം കയ്യിൽ കിട്ടി. അല്പസമയം മുമ്പ് ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോണുകളുടെ ഉപയോഗം എന്താണ്? മെറ്റ AI പറയുന്നത് ഇങ്ങനെ: കൃത്യമായി കുറച്ചുകൂടി അവരുടെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോണുകളാക്കി മാറ്റിയ പേപ്പറുകളാണ്. ഈ രീതിയിലാണ് അത് കിട്ടുന്നത്. ഇത് പല രൂപത്തിലുണ്ട്. കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയലുള്ള കോണുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ആളുകൾക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പം ഇത് കിട്ടാനുള്ള വഴികളാണിപ്പോൾ ഇൻസ്റ്റാമാർട്ട് വഴി തുറന്നിരിക്കുന്നത്. റോളുകൾ റെഡി. ഇനി ആരാണ് ഇത്തരം കോണുകൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്? ആരാണ് ഇവ ഉപയോഗിക്കുന്നത്? ഒരു ഡെലിവറി ബോയുടെ അനുഭവം കേൾക്കാം. മുമ്പ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വന്നിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടില്ല. ഒരു 3 മാസം. അതിന് മുമ്പ് ഒരു പേപ്പറായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ടാണ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വരുന്നത്. അതിൽ വ്യക്തമായിട്ട് ആ പാക്ക് ഞങ്ങൾ ചാറ്റ് GPT കിട്ടും നോക്കുമ്പോൾ അത് പുകയില ഉൽപ്പന്നങ്ങൾ കുത്തി നിറച്ച് വലിക്കേണ്ട സാധനം തന്നെ. ഇത് സ്കൂൾ കുട്ടികളാണ് കൂടുതൽ. ഒരു ദിവസം ഞാൻ തന്നെ 2-3 പരമാവധി കൊടുക്കും. പെൺപിള്ളേരടക്കം സ്കൂൾ കുട്ടികളടക്കം. ഇന്ന് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ തുഫാനെ സമയം വിളിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് കിട്ടിയില്ല. അവർ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂസ് ആയിട്ട് കിട്ടിയില്ല. എന്തെങ്കിലും കൈയോടെ വിളിച്ചിട്ട് പോയിട്ട് ഇന്ന് കൊണ്ട് കൊടുത്ത ഒരു സ്കൂളിലായിരുന്നു ഞാൻ. ഒരു സ്കൂൾ പയ്യനായിരുന്നു കൊണ്ട് കൊടുത്തത്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? വയസ്സ് ഏകദേശം ഒരു 10-15 വയസ്സ് അത്രേ ആവുള്ളൂ. ഒരു പയ്യനെ കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ക്യാഷ് ഓൺ ഡെലിവറി പറയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്റെ പറഞ്ഞ ID ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ അവർക്ക് വളരെ ഈസിയാണ്. ഇത് വ്യാപകമാണ്. ഇത് ഒരാൾ ഒരു 3-4 കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റോറിൽ തന്നെ 50-60 പേരാണ് സ്റ്റാഫുകളാണ്. 24 മണിക്കൂർ തുറന്നു നിൽക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റാമാർട്ട്. 24 hours ആണ്. 10-20 നഗരത്തിൽ തന്നെ ഒരു 10-25 സ്റ്റോറുകൾ അവർക്കുണ്ട്. അപ്പോൾ എത്രത്തോളം പോകുന്നുണ്ടാവും, കഴക്കൂട്ടം ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ ഒരു സിൽവർ പേപ്പർ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അത് ഇതുപോലെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? അത് ഇതിനു വേണ്ടി ആയിരുന്നു. പക്ഷെ നമുക്കത് പല കാര്യത്തിനും അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇതിനാണ് അത് കൂടുതൽ ആൾക്കാർ. അതിൽ ചിത്രം ഉണ്ടായിരുന്നു. ഈ കഞ്ചാവിന്റെ
ഈ കഞ്ചാവല്ലേ ചുരുട്ടിന്റെ ചിത്രം അതിലുണ്ടായിരുന്നു. സിൽവർ ഫോയിൽ ആ കവറിന്റെ പുറത്ത് ഒരു ചുരുട്ട് ഇങ്ങനെ സിനിമയിലെ കാണുന്ന പോലത്തെ ചുരുട്ടിന്റെ ഒരു ചിത്രം അതിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതുള്ളത്. ഇപ്പൊ വളരെ ഈസി ആയിട്ട് അത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. സ്കൂൾ കുട്ടികൾ പോലും ലഹരി ഉപയോഗത്തിന് പുതുവഴികൾ തേടുകയാണ്. ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ആഭ്യന്തരമന്ത്രി അറിയാനാണ് ലഹരിയുടെ ഒരു വഴി അടയുമ്പോൾ പല വഴികൾ തുറക്കപ്പെടുകയാണ്. അതും പൂട്ടണം, ആ വഴികളും തടയണം. വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ചുരം 7-ാം വളവിലാണ് ഇപ്പോൾ ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. ലോറി കുടുങ്ങിയതാണ് ഗതാഗത കുരുക്കിന് കാരണമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി വാഹനങ്ങൾ ഈ പ്രദേശത്ത് വലിയ തോതിൽ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലമുണ്ട്. മഴയുടെ പ്രശ്നമുണ്ട്. മഴ അതിശക്തമായി തന്നെ ഈ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ട്. ഇതിനിടയിലാണ് ഈ ഗതാഗത കുരുക്ക് കൂടി അനുഭവപ്പെടുന്നത്. ലോറി കുടുങ്ങിയ പ്രശ്നമാണെന്ന് പറയുന്നത് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നീണ്ട നിര കാണാം വാഹനങ്ങളുടെ. കുറേ മണിക്കൂറുകളായി ഇതാണോ അവസ്ഥ? എന്താണ് അവസ്ഥ അവിടുത്തെ? കേൾക്കാമോ അനീഷ്? ഏതായാലും വയനാട് ചുരത്തിലെ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നിരവധി വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വളരെ ചെറിയൊരു പാതയാണ്. അവിടെ ഒരു വാഹനം പോലും ഇത്തരത്തിൽ കുടുങ്ങിയാൽ മറ്റു വാഹനങ്ങൾക്ക് പ്രശ്നമാകും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ചുരം 7-ാം വളവിലാണ് ഈ വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. ഒരു ലോറി ഇവിടെ കുടുങ്ങി. അതിനുശേഷം പുറകെ വന്ന വാഹനങ്ങൾ നിരനിരയായി കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലമാണ്. ഇപ്പോഴും മഴയുടെ സാന്നിധ്യമുണ്ട് അവിടെ എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. വയനാട്ടിലേക്ക് തിരിച്ച പല വാഹനങ്ങളും മണിക്കൂറുകളായി വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലമാണ്. വാഹന ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും എപ്പോഴേക്ക് അത് ഗതാഗത കുരുക്ക് പൂർണ്ണമായി അവസാനിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം. ഏതാണ്ട് 10-15 ദിവസം നീണ്ടുനിന്ന സമാധാനത്തിന് ശേഷം, വെടിനിർത്തലിന് ശേഷം, ആക്രമണം അമേരിക്ക അവസാനിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ജോർദാൻ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. അതുമാത്രമല്ല, സൗദിയുടെ റിയാദ് അടക്കമുള്ള മേഖലകളിൽ ഇറാഖിൽ നിന്നും ഇറാന്റെ ചില ശക്തികൾ ആക്രമണം നടത്തിയെന്ന ആരോപണമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ ഇറാഖിലെ ഇറാൻ കേന്ദ്രങ്ങളിൽ അമേരിക്കയും സൗദിയും സംയുക്തമായി ആക്രമണം നടത്തിയ സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി വൈറ്റ് ഹൗസിൽ പ്രസിഡന്റുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇനി അമേരിക്കയുടെ ഊഴമാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ വലിയ ആക്രമണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം ട്രംപിന്റെ വാക്കുകൾ കേൾക്കാം. President Xi told you that China would not give or sell Iran any weapons. And there's a new report that Iran's about to get 400 rocket launchers from China going through Pakistan to Iran. Well, that would be surprising. I mean, things like that happen, but that would be surprising. He told me very strongly he wouldn't partake, and he knows I'd be quite disappointed. തെക്കൻ ഇറാനിൽ പലയിടങ്ങളിലും വലിയ സ്ഫോടനം നടന്നുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബുഷേർ പ്രവിശ്യയിലും ഖേഷം ദ്വീപിലുമൊക്കെയാണ് മിസൈൽ പതിച്ചിട്ടുള്ളത്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമാധാനത്തിന്റെ കുറച്ച് രാത്രികളായിരുന്നു കഴിഞ്ഞ 10-15 ദിവസമായി. ഇപ്പോൾ വീണ്ടും കടുത്ത ആക്രമണത്തിലേക്ക് അമേരിക്ക തിരിയുകയാണ്. എന്താണ് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ അടയാതിരിക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം IRGC നടത്തിയ ആക്രമണമാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. ജോർദാനിലും ഈജിപ്തിലും അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയത്. ജോർദാനിൽ US എയർബേസിന് നേരെയും സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഈജിപ്തിലാകട്ടെ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഗ്യാസ് ടാങ്കർ സ്റ്റോറേജ് അടക്കം ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ശക്തമായ പ്രകോപനപരമായ പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ട്രംപ് അല്പം മുമ്പ് പ്രതികരിച്ചത് ഇനി
ഇറാന് നേരെയുള്ള ആക്രമണം വരും മണിക്കൂറുകളിൽ കടുപ്പിക്കും. അതിശക്തമായ തിരിച്ചടികൾക്ക് തയ്യാറായിക്കോളൂ. കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തി. ഇനി അമേരിക്കയുടെ ഊഴമാണ് എന്ന് ട്രംപ് പ്രതികരിച്ചതിന് തൊട്ട് പിന്നാലെ സെൻട്രൽ കമാൻഡ് ഇറാനിൽ വ്യോമാക്രമണം ആരംഭിച്ചതായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ട്വീറ്റും വന്നു കഴിഞ്ഞു സെൻട്രൽ കമാൻഡിൻ്റെ. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കൻ ഇറാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ വ്യോമാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സെൻട്രൽ കമാൻഡ് തന്നെ സ്ഥിരീകരിച്ചത് ഇന്ത്യൻ സമയം ET 8 മണി, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് പുലർച്ചെ 5:30 ഈ ആക്രമണം ആരംഭിച്ചു. അതിശക്തമായ ആക്രമണം പല മേഖലകളിലും ഇതിനകം റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ്ഗാൻ പ്രവിശ്യയിൽ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ്, അബാദാൻ എന്നിവിടങ്ങളിൽ US വ്യോമാക്രമണം നടത്തി. ഇറാന്റെ ഏക ആണവോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബുഷേറിലും ആക്രമണം ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേഷം ദ്വീപിൽ ജനവാസ മേഖലയിൽ ബോംബ് പതിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് ഒരു കെട്ടിടത്തിലാണ് പതിച്ചതെന്നും ആ കെട്ടിടം തകർന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 2-ലധികം പേർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുമൊക്കെയാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കസേറൂണിലും അതോടൊപ്പം തന്നെ കിഷ് ഐലൻഡിലും ശക്തമായ ആക്രമണം ഉണ്ടായി. അങ്ങനെ തെക്കൻ ഇറാന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് US സൈന്യം കഴിഞ്ഞ 2 മണിക്കൂറായി അതിശക്തമായ വ്യോമാക്രമണമാണ് നടത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നാശനഷ്ട സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകൂ. എന്തായാലും അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് IRGC കഴിഞ്ഞ ദിവസവും പ്രതികരണം നടത്തിയത്. അമേരിക്ക ആക്രമണം നടത്തുന്ന കാലത്തോളം പ്രതിരോധം തുടരും എന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. ഭീഷണിയുടെ സ്വരം വേണ്ട എന്നും IRGC പറഞ്ഞു വെക്കുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം 3 ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്കിൽ ലക്ഷ്യമിട്ടു എന്നുകൂടി IRGCയുടെ നാവിക വിഭാഗം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് IRGCയുടെ അനുമതിയില്ലാതെ വിലക്കുള്ള പാതയിലൂടെ കടക്കാൻ ശ്രമിച്ച 3 ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടത് എന്നാണ് IRGCയുടെ പ്രതികരണം. എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് US ശക്തമായ ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലെ വിവിധ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണമാണ് ഇപ്പോഴത്തെ ഈ പ്രത്യാക്രമണത്തിനുള്ള പ്രകോപനം. രഞ്ജിത്ത്, തീർച്ചയായും അതുതന്നെയാണ്. ഒപ്പം സൗദി അറേബ്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണം കൂടി, അതിനുശേഷം സംയുക്തമായി സൗദിയും US-ഉം ഇതുവരെ യുദ്ധത്തിൻ്റെ മേഖലയിലായിരുന്ന, യുദ്ധത്തിന് ഇറങ്ങായിരുന്ന സൗദിയെ കൂടി ഇറാൻ യുദ്ധത്തിന് ഇറക്കിയ പശ്ചാത്തലമുണ്ട്. ഇറാഖിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളാണ് ഈ അറ്റാക്കിന് പിന്നിലെന്ന് അമേരിക്ക പറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 20ഓളം പേരാണ് കൊല്ലപ്പെട്ടത് എന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു കാർത്തിക്. ഏതായാലും യുദ്ധം വ്യാപിക്കുന്നുവെന്നും മറ്റ് പല രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ചെറിയ പ്രശ്നമല്ല ഉണ്ടാക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനത്തിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഇറാന്റെ ഭാഗത്തുണ്ടായ പ്രകോപനം തന്നെയല്ലേ ഇപ്പോൾ സൗദിയെയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്? പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ US-ഉം സൗദിയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ 20 പേർ ഇറാഖിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഇറാനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഇറാഖിലെ പ്രോക്സി ഗ്രൂപ്പുകൾ, അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം അത് ശക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ US-ഉം സൗദിയും. അതിന് ഇടയാക്കിയ കാരണങ്ങൾ നേരത്തെ അവർ നൽകിയ മുന്നറിയിപ്പ് അടക്കമാണ്. നേരത്തെ കടലിടുക്കിലടക്കം ഇത്തരത്തിൽ ശക്തമായ നാവിക പ്രതിരോധം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഹൂതികളടക്കം നൽകിയിരുന്നു. ആ പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അവർ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വളരെ പ്രകോപനപരമായാണ് അവരുടെ പ്രതികരണങ്ങൾ വിവിധ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് പിന്നാലെ ഭീഷണികൾ ഉണ്ടാകുന്നു. ഹൂതി അടക്കം നാവിക ഉപരോധം ഹോർമൂസ് കടലിടുക്കിന് പുറമെ മറ്റ് കടലിടുക്കിലും ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. അതിന് പിന്നാലെയാണ് US-ഉം സൗദിയും ഇത്തരത്തിൽ ആക്രമണം കടുപ്പിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നയതന്ത്ര ചർച്ചകളിൽ സജീവമായി ഇടപെട്ട് പങ്കെടുത്ത രാജ്യമാണ് സൗദി. ആ സൗദി കൂടി US-നൊപ്പം ആക്രമണത്തിൽ പങ്കെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അത്തരത്തിൽ പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി തുടരുന്നു. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് താൽക്കാലികമായി ആക്രമണം നിർത്തിയപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 5 ദിവസത്തിനിടെ പല തലങ്ങളിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നിട്ടിരുന്നു. പല ചർച്ചകളും ബിഹൈൻഡ് ദി കർട്ടൻ നടന്നിരുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം
IRGCയുടെ ആക്രമണമുണ്ടായത്. അതിന് പിന്നാലെ അമേരിക്കയുടെ ശക്തമായ പ്രത്യാക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ പറഞ്ഞതുപോലെ 10-15 ദിവസമായി ആക്രമണത്തിനൊരു ശമനമുണ്ടായിരുന്നു. ട്രംപ് അടക്കം ആക്രമണം വേണ്ട എന്ന നിലപാടിലായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തുകയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ട്രംപിനോട് നെതന്യാഹു ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്, ആക്രമണം തുടരണമെന്നും പുതിയ പദ്ധതികൾ തയ്യാറാക്കണമെന്നും മറ്റും. പക്ഷേ ട്രംപ് അതിന് സമ്മതിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉറപ്പും നൽകിയില്ല. പഴയതുപോലെയുള്ള ഊഷ്മളമായ ഒരു സൗഹാർദ്ദപരമായ സന്ദർശനമായിരുന്നില്ല അത്. പക്ഷേ അതിനുശേഷം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർച്ചയായ പ്രകോപനങ്ങൾ, അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കുന്നു, സൗദിയെ ആക്രമിക്കുന്നു, ജോർദാനിൽ ആക്രമണം സംഭവിക്കുന്നു, ഒപ്പം ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രകോപിതനാവുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. വരും മണിക്കൂറുകളിൽ തിരിച്ചടിയുണ്ടാകാം, പരസ്പരം ആക്രമണത്തിൻ്റെ ശക്തി കൂടാം, കൂടുതൽ രാജ്യങ്ങൾ ആക്രമണത്തിൻ്റെ ഭാഗമായി മാറാം. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പാക് അധിനിവേശ കശ്മീരിലും ബലൂചിസ്ഥാനിലും പാക് സൈന്യവും പാകിസ്ഥാൻ ഭരണകൂടവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം വെടിവെച്ച് കൊന്ന പെൺകുട്ടിയുടെ മൃതദേഹം വാഹനത്തിന് മുന്നിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിക്കുന്ന നടുക്കും ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നന്ദന വിവരങ്ങളുമായി ചേരും. നന്ദന, വല്ലാത്ത അവസ്ഥയാണ് POKയിൽ, പാക് അധിനിവേശ കശ്മീരിൽ. ഒരു ഘട്ടത്തിൽ അവർ ഇന്ത്യയുമായി പോലും ആഗ്രഹിക്കുന്നു, ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഇന്ത്യയുമായി വ്യാപാര ബന്ധം നടത്താനുമൊക്കെ. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. നവാസ് ഷെരീഫിൻ്റെ കക്ഷിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടിയെന്നുള്ള വാർത്തകളൊക്കെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വെടിവെപ്പടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും 20ഓളം ആളുകളെ അവിടെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണോ ഇത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? രഞ്ജിത്ത്, ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം ഇന്നലെയാണ് ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുകയും ആ പെൺകുട്ടിയുടെ മൃതദേഹം അതിക്രൂരമായി സൈനിക വാഹനത്തിന്റെ മുന്നിൽ കെട്ടിത്തൂക്കി പ്രദർശിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിന്റെ വളരെ നടുക്കുന്ന ദൃശ്യങ്ങളും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബലൂചിസ്ഥാനിൽ കാലങ്ങളായി പാക് സൈന്യം സമാനമായ രീതിയിലുള്ള കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടരുകയാണ്. പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പാക് ഭരണകൂടം നടത്തിയ അട്ടിമറികൾക്കും തിരിമറികൾക്കും എതിരെയായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രക്ഷോഭം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ 12 അഭയാർത്ഥി സംവരണ സീറ്റുകൾ ദുരുപയോഗം ചെയ്ത് അവർക്ക് താല്പര്യമുള്ളവരെ വിജയിപ്പിക്കാനായിരുന്നു പാക് സർക്കാരിന്റെ നീക്കം. ഈ അട്ടിമറി തിരഞ്ഞെടുപ്പിന് എതിരെയായിരുന്നു ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിനും ലോങ് മാർച്ചിനുമൊക്കെ ആഹ്വാനം ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയായിട്ടുള്ള PTIയും അവർ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ പ്രതിഷേധിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ കാശ്മീരി പ്രതിഷേധക്കാർക്കെതിരെ റവാലക്കോട്ടിൽ പാക് സൈന്യം വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിൽ 20ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം പാക് അധിനിവേശ കാശ്മീരിലും ഈ ഭീകരമായ അടിച്ചമർത്തലിനെയും ചോരച്ചൊരിച്ചിലിനെയും ന്യായീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ആസാദ് കാശ്മീരിലെ പ്രതിഷേധക്കാരെ ഞാൻ ഇന്ത്യയുടെ അതേ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഇന്ത്യയെ പോലെ തന്നെ അവരും തങ്ങളുടെ ശത്രുക്കളാണ് എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന. സ്വന്തം രാജ്യത്തെ ആളുകളെ, രാഷ്ട്രീയ അവകാശങ്ങൾക്കായി പോരാടുന്ന സ്വന്തം രാജ്യത്തെ ആളുകളെ തന്നെ ശത്രു രാജ്യത്തോട് ഉപമിക്കുന്ന വളരെ ദയനീയമായ അല്ലെങ്കിൽ വളരെ മനുഷ്യാവകാശ ലംഘനപരമായ ഒരു പ്രസ്താവനയാണ് ഖ്വാജ ആസിഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കായി പോരാടുന്ന സ്വന്തം പൗരന്മാരെ പോലും ശത്രുക്കളായി പ്രഖ്യാപിച്ച് പാക് സൈന്യം നടത്തുന്ന ഈ അടിച്ചമർത്തലുകൾ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് തന്നെ പറയേണ്ടി വരും. രഞ്ജിത്ത്, തീർച്ചയായും പാക് അധിനിവേശ കശ്മീരിൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്, സങ്കീർണമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രക്ഷോഭത്തിലാണ്. തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലാണ് അവർക്ക് എതിർപ്പുള്ളത്. പക്ഷേ ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യ വെറും പ്രഹസനമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലുള്ള ഇന്ത്യയുടെ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. പൂർണ്ണമായും പാക് സൈന്യം അവിടെ വല്ലാത്ത തരത്തിലുള്ള
പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ വെടിവെപ്പടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. 50ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ്. ഇതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വഴിയരികിൽ നിന്നും കളഞ്ഞുകിട്ടിയ 1 പവൻ സ്വർണം ഉടമകളെ കണ്ടെത്തി തിരികെ നൽകി വിദ്യാർത്ഥികൾ. പാലക്കാട് ഒറ്റപ്പാലം ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 പേരാണ് സത്യസന്ധതയിൽ മാതൃകയായി. സഹപാഠികളുടെയും അധ്യാപകരുടെയും കയ്യടി വാങ്ങുകയാണ് ഇവർ 5 പേർ. വഴിയരികിൽ നിന്നും കിട്ടിയ സ്വർണവുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസിന്റെ സഹായത്തോടെ ഉടമകളെ കണ്ടെത്തി കൈമാറുകയുമായിരുന്നു. എന്നാൽ ഇക്കാര്യം മറ്റു സഹപാഠികളോടോ അധ്യാപകരോടോ ഒന്നും പറഞ്ഞിരുന്നില്ല. അതൊരു സാമൂഹിക ഉത്തരവാദിത്തമായി മാത്രം അവർ കണ്ടു. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്കൂളിലേക്ക് ഇവരെ തേടിയുള്ള ഫോൺ കോൾ എത്തിയപ്പോഴാണ് അധ്യാപകരടക്കം വിവരമറിയുന്നത്. ഉച്ചയ്ക്ക് ഇത് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ നമ്മൾ അവരെ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ ഇതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ, ഇത് ചെയ്യേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ ആണ് അവരത് റിയാക്ട് ചെയ്ത്. വളരെ മാതൃകാപരമായുള്ളൊരു പ്രവൃത്തിയാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് അഭിനന്ദനം അറിയിക്കാൻ പറഞ്ഞിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് ഇത്ര വലിയൊരു കാര്യമായിട്ടൊന്നും കരുതിയിട്ടില്ല. വളരെ സാധാരണമായി ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി എന്നേ കുട്ടികൾ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ ആർ ജയദീപ്, ഡാൻജോസ് ടോണി, MK ജിതിൻ കൃഷ്ണ, M അദ്വൈത്, അരുൺ എന്നിവരാണ് നല്ല മാതൃക കാട്ടിയത്. റോഡിന്റെ സൈഡിൽ നിന്ന് കണ്ടു. അപ്പൊ ഇവനാണ് അത് ആദ്യം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് അത് നേരെ എന്താ ചെയ്യാ, സ്വർണ്ണാണോ ആദ്യം നോക്കണം. സ്വർണ്ണ മനസ്സിലായി. അപ്പോ പിന്നെ ഞങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അവര് പറഞ്ഞു അത് സ്വർണ്ണാണ്. വിദ്യാർത്ഥികളെ പോലീസും പ്രശംസിച്ചു. വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി പട്ടാമ്പിയിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് വന്നവരുടെ ആഭരണമാണ് നഷ്ടപ്പെട്ടത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉടമകൾക്ക് വിദ്യാർത്ഥികൾ ആഭരണം കൈമാറി. ന്യൂസ് 18 പാലക്കാട്. സാഹസികതയുടെയും ആവേശത്തിന്റെയും കൊടുമുടി കയറി മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകുന്നു. ലോക വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന കോടഞ്ചേരി പുലിക്കയവും മത്സരത്തിന് സജ്ജമായി കഴിഞ്ഞു. നിലവിൽ കയാക്കിങ്ങിന് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയും സാഹചര്യവുമാണ് കോടഞ്ചേരിയിൽ. സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മുൻകരുതലുകളും പൂർത്തിയായിട്ടുണ്ട്. വരും 4 ദിവസങ്ങൾ കോഴിക്കോടിന് ആഘോഷരാവുകളായിരിക്കും മത്സരം സമ്മാനിക്കുക. ഓഗസ്റ്റ് 2 വരെയാണ് അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരം. മത്സരങ്ങൾക്ക് മുന്നോടിയായി അധികൃതരെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. വൈറ്റ് വാട്ടർ കയാക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിൽ നിന്ന് പോകേണ്ട ടീമുകളുടെ റാങ്കിംഗ് കൂടി നടക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ മത്സരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ കയാക്കേഴ്സ് എത്തിയിട്ടുണ്ട്. അവരുടെ പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയും വെള്ളമൊക്കെ തന്നെ അനുകൂലമാണ് എന്നുള്ളത് മറ്റൊരു അനുകൂല ഘടകമായി നിൽക്കുകയാണ്. ഏതായാലും ഈ വരുന്ന 4 ദിവസം എല്ലാ അർത്ഥത്തിലും മുന്നൊരുക്കവും നടത്തി ഞങ്ങൾ ഈ ഈവന്റിനെ വലിയ ഒരു ഘോഷയാത്രയോടുകൂടി തുടക്കം കുറിക്കും നാളെ. അത് കഴിഞ്ഞ് 4 ദിവസം ഇത് വലിയ മേളയായിട്ട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ റിവർ ഫെസ്റ്റിവലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് പുറമെ ഇന്ത്യൻ കയാക്കിംഗ് ടീമിന്റെ റാങ്കിങ്ങും ട്രയൽസും ഇത്തവണ ഇവിടെയാണ് നടക്കുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച താരങ്ങളും ലോകോത്തര ചാമ്പ്യന്മാരും ഒരേ വേദിയിൽ മാറ്റുരയ്ക്കുന്നത് കാണാൻ വലിയ ജനപ്രവാഹമാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. കായിക പ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ എത്തിച്ചേരാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലാണ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മൾ പല കമ്മിറ്റികളായിട്ട് രൂപീകരിച്ചുകൊണ്ടാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഓരോ കമ്മിറ്റി കൺവീനേഴ്സിനെയും ചെയർപേഴ്സൺസിനെയും നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും സേഫ്റ്റി മുതൽ വോളണ്ടിയേഴ്സിനുള്ള ഫുഡ്, വോളണ്ടിയേഴ്സും അതും എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്തരം കമ്മിറ്റികളിലൂടെയാണ്. അപ്പം അറേഞ്ച്മെന്റ്സ് എല്ലാം ഇൻ പ്ലേസ് ആണ്. നമുക്ക് ഇനിയുള്ളൊരു 4 ദിവസം നല്ല ആഘോഷപൂർവ്വം തന്നെ പ്രോഗ്രാം കൊണ്ടുപോകാന്നുള്ളതാണ് വിശ്വാസം. ന്യൂസ് 18 കോഴിക്കോട്. വിവാദ പരാമർശത്തിൽ RSS നേതാവ് TG മോഹൻദാസിനെതിരെ പ്രതിഷേധം ശക്തം. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി കൂടി കിട്ടി. CPI മട്ടാഞ്ചേരി മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ജലീലാണ് പരാതിക്കാരൻ. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻദാസ് മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ സൂചന. ഡാനി പോൾ ചേരുന്നു. ഡാനി, കേസെടുത്തിട്ടുണ്ട്, വീണ്ടും പരാതികളുണ്ട്. സംഗതി അത്ര സിമ്പിളല്ല, ഗൗരവതരമാണ്. മോഹൻദാസിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമോ?
രഞ്ജിത്ത്, നിലവിൽ ആ സൂചനകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു അറസ്റ്റിലേക്ക് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പരാതികൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഒന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസും അപ്പോൾ മട്ടാഞ്ചേരി പോലീസുമാണ്. മട്ടാഞ്ചേരിയിലും ആണ് പരാതി വന്നിരിക്കുന്നത്. ഏതായാലും ഈ 2 പരാതിയിലും വിശദാംശങ്ങൾ എടുക്കുകയാണ്. മൊഴി പരാതിക്കാരുടേതടക്കമുള്ള അവർ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഇയാളെ ചോദ്യം ചെയ്യുക, മോഹൻദാസിനെ ചോദ്യം ചെയ്യും, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം മോഹൻദാസിനെതിരെ ഉയരുന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി മട്ടാഞ്ചേരിയിലെ അയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് അടക്കം മാർച്ച് നടത്തുകയും ആ രീതിയിലുള്ളൊരു പ്രതിഷേധം എല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അറിയാവുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നില്ല, മോഹൻദാസ് ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളോ വരാനുള്ളൊരു സാധ്യതയെ കണക്കിലെടുത്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു തുടർച്ചയായ ഒരു പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലായിരിക്കാം, അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഇവിടുന്ന് മാറിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയം, ഈ പ്രസ്താവനയെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല എന്ന് RSS അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നേരത്തെ. എന്നിരുന്നാലും ഇതിൽ കടുത്ത പ്രതിഷേധങ്ങൾ നിലനിൽക്കുകയാണ്. ഇതിൽ വിവിധ രാഷ്ട്രീയ സംഘടനകൾ കൂടി ഇത് ഏറ്റെടുത്തതോടുകൂടിയാണ് ഈ മട്ടാഞ്ചേരി ആ മേഖലയിൽ അതൊരു പ്രതിഷേധങ്ങളുടെ ഒരു ഇടമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും പോലീസ് അത് തടയുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് കേസുകളുടെ രൂപത്തിലേക്ക് മാറുകയാണ്. കേസുകൾ പരാതികളായിട്ട് തന്നെ പലരും തന്നെ നൽകിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിലവിൽ 2 പരാതികൾ, ഇനി കൂടുതൽ പരാതികൾ വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വൈകാതെ പോലീസ് മറ്റ് നടപടികളിലേക്ക് കടന്നേക്കുമെന്നൊരു സൂചനയാണ് നിലനിൽക്കുന്നത്. ശരി ഡാനി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം. സന്തോഷ് ഈപ്പനാണ് 1-ാം പ്രതി. സന്ദീപ് നായർ, സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരും പ്രതികളാണ്. എറണാകുളം CJM കോടതിയിലാണ് CBI കുറ്റപത്രം നൽകിയത് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തു വരുന്നത്. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, കുറച്ച് നാളായി ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ വഴികളെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. പക്ഷേ CBI സമാന്തരമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കുറ്റപത്രത്തിലെ പ്രധാന പ്രതികളിൽ ഒരാൾ സ്വപ്ന സുരേഷാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കാര്യങ്ങൾ കടുക്കുകയാണോ ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം? രഞ്ജിത്ത്, ഇപ്പോൾ കുറ്റപത്രം CBI ആദ്യഘട്ട ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. എറണാകുളം CJM കോടതിയിൽ നൽകിയിരിക്കുന്ന ആദ്യഘട്ട കുറ്റപത്രത്തിൽ 6 പേരാണ് പ്രതികളായിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം അറിയാം. ഈ പ്രളയബാധിതർക്ക് വേണ്ടി ഫ്ലാറ്റ് സമുച്ചയവും ആശുപത്രിയും നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി തയ്യാറാകുന്നത്. അതിന് UAE ആസ്ഥാനമായ റെഡ് ക്രസൻറ്റ് എന്ന സ്ഥാപനം, അതൊരു ജീവകാരുണ്യ പ്രവർത്തന സ്ഥാപനം, അവർ 21 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നൽകുന്നത്. അത് ലൈഫ് മിഷനാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പുകാർ എന്ന രീതിയിലേക്ക് വന്നത്. എന്നാൽ ഇത് യാതൊരു രീതിയിലുള്ള ഒരു ടെൻഡർ നടപടികൾ ഇല്ലാതെ തന്നെ ഒരാൾക്ക് കൈമാറുന്നു. അതിൽ കേസിൽ 1-ാം പ്രതിയായ സന്തോഷ് ഈപ്പൻ അവർക്ക് കൈമാറുന്നു. സന്തോഷ് ഈപ്പൻ്റെ കമ്പനികളായ യൂണിടാക്ക്, അതോടൊപ്പം തന്നെ സെയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന 2 കമ്പനികളാണ് ഇയാൾക്കുള്ളത്. ഈ കമ്പനികൾക്ക് യാതൊരു രീതിയിലുള്ള നിബന്ധനകളും പാലിക്കാതെ കൈമാറുന്നു, നടപടികൾ പാലിക്കാതെയാണ് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇതിലെ കൃത്യമായ രീതിയിൽ അതിൽ അഴിമതി നടന്നിരിക്കുന്നു എന്നതാണ് തുടക്കത്തിൽ തന്നെ CBI കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ CBI കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ 4 കോടിയോളം രൂപ ഇതിൽ നിന്ന് കമ്മീഷൻ എന്ന രീതിയിൽ തന്നെ, അത് കൈക്കൂലി എന്നായി തന്നെയാണ് കണക്കാക്കാൻ കഴിയുക എന്നാണ് CBI പറയുന്നത്. അതിൽ സരിത്തും സന്ദീപും സ്വപ്നയും സന്തോഷ് ഈപ്പനും ചേർന്ന് 4 കോടി രൂപയോളം കൈവശപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് അതിൽ നിന്ന് 5 കോടി രൂപ ലാഭവീതം എന്ന രീതിയിൽ സന്തോഷ് ഈപ്പൻ തന്നെ മാറുന്നു. യഥാർത്ഥത്തിൽ ഈ 21 കോടി രൂപ നൽകിയതിൽ ഏതാണ്ട് 10 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ CJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സന്തോഷ് ഈപ്പനാണ് 1-ാം പ്രതി. ഇദ്ദേഹത്തിൻ്റെ കമ്പനികളായ സെയിൻറ്റ് വെഞ്ചേഴ്സ് 2-ാം പ്രതിസ്ഥാനത്തുണ്ട്. 3-ാം പ്രതി യൂണിടാക്ക് എന്ന കമ്പനിയിലേക്ക് വരുന്നു. ഒപ്പം തന്നെയാണ് പിന്നീട് ഈ സന്ദീപും അതോടൊപ്പം തന്നെ സരിത്തും ഒപ്പം സ്വപ്ന സുരേഷും ഈ കേസിലെ മറ്റു പ്രതികൾ
പ്രതികളായിട്ട് മാറുന്നു. അങ്ങനെ 6 പ്രതികളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ശിവശങ്കർ, മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പ്രതിപട്ടികയിൽ ലൈഫ് മിഷൻ പ്രതിസ്ഥാനത്തുണ്ട്. അതുകൂടി എടുത്തു പറയേണ്ടതാണ്. ലൈഫ് മിഷനും പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ലൈഫ് മിഷന്റെ CEO ആയിരുന്ന UV ജോസിനെ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. ഈ ശിവശങ്കറിനും അതോടൊപ്പം തന്നെ UV ജോസിനുമെതിരെയുള്ള നടപടിക്രമങ്ങൾ, ഇനി കുറച്ചുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പൂർത്തിയാകുകയാണ് എന്നതുകൂടി CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും ശിവശങ്കറിനെതിരെ അടക്കം ഈ വിജിലൻസ് കേസ് കൂടി സമാനമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഫയലുകൾ വിട്ടുകിട്ടാനുള്ള ഒരു താമസമടക്കം CBI കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നു എന്നത് നേരത്തെയും കോടതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുകയാണ്. 2ാം ഘട്ട കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ ഇവർ പ്രതിസ്ഥാനത്തേക്ക് വരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 1ാം ഘട്ട കുറ്റപത്രം കേസിൽ CBI സമർപ്പിച്ചിരിക്കുന്നു. ലൈഫ് മിഷൻ കൂടി ഈ കേസിൽ പ്രതിസ്ഥാനത്തുണ്ട് എന്നതാണ് പറയേണ്ടത്. രഞ്ജിത്ത്, ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണത്. ലൈഫ് മിഷൻ കേസ്, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ്, അത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ ചർച്ചയായ കേസുകളാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അതിൽ അല്പനാളുകൾ ഒന്ന് ജീവൻ വെക്കാതിരിക്കുന്ന പശ്ചാത്തലമായിരുന്നു. ഇപ്പോൾ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. കോടികളുടെ ഇടപാട്, കോടികളുടെ കമ്മീഷനൊക്കെ ഒരുപാട് നാൾ നമ്മൾ ചർച്ച ചെയ്താണ്. അതിനുശേഷം വിസ്മൃതിയിലാണ്ട ഒരു കേസാണ് ഇപ്പോൾ വീണ്ടും ജീവൻ വെക്കുന്നത്. സ്വപ്ന സുരേഷ് അടക്കം ഈ കേസിൽ പ്രതികളാണ് എന്ന് പറയുമ്പോൾ അത് വിചാരണയടക്കം നേരിടേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കോടതി കടക്കുകയും ചെയ്യും. കാവേരി നദീജലത്തിന്റെ പേരിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കൊമ്പുകോർക്കേണ്ടി വരുമോ? ഈ അന്തർ സംസ്ഥാന നദീജല തർക്കത്തിൽ വർഷങ്ങളുടെ പഴക്കമുണ്ട്. മഴക്കുറവുള്ള ഓരോ വർഷവും തർക്കത്തിന് ചൂടുകൂടും. നന്ദന രാജൻ തയ്യാറാക്കിയ പ്രത്യേക എക്സ്പ്ലെയിനർ. ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളിലൊന്ന് കാവേരി നദീജല തർക്കം. കന്നഡ നാടിന് കുടിവെള്ള പ്രശ്നം, തമിഴകത്തിന് കാർഷിക ആവശ്യത്തിന് വെള്ളം, ഇതാണ് തർക്ക വിഷയം. കാവേരി നദീജല തർക്കം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുകയാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? തമിഴ്നാടിന് ആവശ്യമായ വെള്ളം വിട്ടു നൽകാൻ കാവേരി റെഗുലേഷൻസ് കമ്മിറ്റി കർണാടകയോട് ആവശ്യപ്പെട്ടു. ഇന്നലെ മുതൽ 15 നാൾ ദിവസവും 3500 ക്യൂസെക്സ് വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിവിടണം. മഴക്കുറവ് കാരണം അണക്കെട്ടുകളിലെ ജലനിരപ്പ് അപകടകരമാം വിധം താഴ്ന്ന നിലയിലാണെന്നും കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നിർദ്ദേശം അംഗീകരിക്കാനാവില്ല എന്നുമാണ് കർണാടകയുടെ നിലപാട്. ഇതോടെ പുതിയൊരു രാഷ്ട്രീയ നിയമ പോരാട്ടത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ കുടിവെള്ള ജലസേചന ആവശ്യങ്ങൾ തന്നെ പ്രതിസന്ധിയിലായിരിക്കെ വെള്ളം വിട്ടു നൽകാനാവില്ല എന്ന് വാദിച്ച് കർഷക സംഘടനകളും കന്നഡ അനുകൂല സംഘടനകളും തെരുവിലിറങ്ങി. ഉത്തരവ് ഉടൻ നടപ്പാക്കണമെന്ന ആവശ്യത്തിലാണ് തമിഴ്നാട്. അല്ലെങ്കിൽ കുറുവൈ കൃഷിയെ ബാധിക്കും. വരാനിരിക്കുന്ന സാമ്പ കൃഷി പ്രതിസന്ധിയിലാകും. തമിഴ്നാട്ടിൽ TVK കോൺഗ്രസ് സഖ്യവും കർണാടകയിൽ കോൺഗ്രസുമാണ് ഭരണത്തിൽ. ഇതോടെ കാവേരി നദീജലത്തിന് പുതിയ രാഷ്ട്രീയ മാനങ്ങളും കൈവന്നു. 2 സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു. ഉഭയകക്ഷി ചർച്ചയിലൂടെ വെള്ളം കൂടി മുട്ടിക്കരുതെന്നും കിട്ടിയത് നഷ്ടപ്പെടുത്തരുതെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും ഓഗസ്റ്റ് 3-ന് ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ലഘൂകരിച്ച് രമ്യമായ പരിഹാരത്തിനാണ് ശ്രമം. ഈ കൂടിക്കാഴ്ചയിലേക്കാണ് എല്ലാ കണ്ണുകളും. രാഷ്ട്രീയം കലർന്ന കാവേരി നദീജലത്തിൽ എന്താണ് തർക്ക പരിഹാരമെന്നാണ് ആകാംക്ഷ. കൂടിക്കാഴ്ച നടക്കുമോ എന്നതിലും അനിശ്ചിതത്വമാണെന്നാണ് റിപ്പോർട്ടുകൾ. നടി ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട നടി അൻസിബ ഹസൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലീസിനോടും നടി ലക്ഷ്മിപ്രിയയോടും ഹൈക്കോടതി വിശദീകരണം തേടിയേക്കും.
ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ലക്ഷ്മിപ്രിയ തന്നെപ്പറ്റി അങ്ങേയറ്റം അപകീർത്തികരമായി സംസാരിച്ചു എന്നും തന്റെ മാന്യതയും സ്വകാര്യതയും പൊതുമധ്യത്തിൽ തകർത്തു എന്നുമാണ് അൻസിബ ഹസന്റെ ആക്ഷേപം. പൂർണ്ണ വീഡിയോ പുറത്തുവിടാതിരിക്കാൻ പാലാരിവട്ടം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചു. എന്നാൽ ഫലപ്രദമായ നടപടി പോലീസ് സ്വീകരിച്ചില്ല. കേസ് രജിസ്റ്റർ ചെയ്യാതെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയ പോലീസ് നടപടി നിയമവിരുദ്ധമാണ്. പോലീസിന് കേസെടുക്കാനാവില്ല എന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും അൻസിബ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള പോലീസ് അസോസിയേഷനുകളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഉത്തരവിനെതിരെ കേരള പോലീസ് അസോസിയേഷൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഹർജി പരിഗണിക്കുന്നത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പിരിച്ചുവിടൽ, അംഗത്വ ഘടന പുനഃക്രമീകരിക്കൽ, നിലവിലെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളെ മരവിപ്പിച്ച നടപടി എന്നിവ ചോദ്യം ചെയ്താണ് ഹർജി. സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധവും സംഘടന രൂപീകരിക്കാനുള്ള മൗലികാവകാശങ്ങളുടെ ലംഘനവുമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. വിഷയത്തിൽ കോടതി സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടിയേക്കും. സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നും കേസിന്റെ അന്തിമ തീർപ്പ് വരുന്നതുവരെ ഉത്തരവിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ കണ്ണപത്ത് വയലിൽ നിന്ന് 5 വടിവാളുകൾ കണ്ടെത്തി. ചിറ്റാരിപ്പറമ്പ് മൊഡോളി പൂവത്തും കീഴിൽ തൊഴിൽ ഉറപ്പ് തൊഴിലാളികളാണ് വയലിൽ സൂക്ഷിച്ചിരുന്ന വടിവാളുകൾ കണ്ടെത്തിയത്. ആക്രമണത്തിനോ പ്രതിരോധത്തിനോ ആയി സൂക്ഷിച്ച വാളുകളാകാമെന്ന് കണ്ണവം പോലീസ് പറഞ്ഞു. കാസർഗോഡ് പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം ജീപ്പ് ഓടിച്ചു വന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ഡി ശ്യാംരാജിനെയാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലായത്. പരപ്പ ടൗണിലാണ് സംഭവമുണ്ടായത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ടയർ പൊട്ടിയ നിലയിലാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മദ്യലഹരിയിലായിരുന്നു ഡ്രൈവർ എന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഡ്രൈവറെ പിടിച്ചത്. തകർന്നു വീഴാറായ കെട്ടിടത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം. പാലക്കാട് പട്ടാമ്പി ആമയൂർ സൗത്ത് UP സ്കൂളാണ് ഫിറ്റ്നസ് റദ്ദാക്കിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. നിരവധി പരാതികൾ നൽകിയിട്ടും മാനേജ്മെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് രക്ഷകർത്താക്കളുടെ ആരോപണം. ചിതലരിച്ച മേൽക്കൂരകൾ, അടച്ചുറപ്പില്ലാത്ത ക്ലാസ് മുറികൾ, ചോർന്നൊലിച്ച് സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ, മേൽക്കൂരയില്ലാത്ത ശുചിമുറികൾ. പാലക്കാട് പട്ടാമ്പി ആമയൂർ സൗത്ത് UP സ്കൂളിന്റെ അവസ്ഥയാണിത്. സ്കൂളിലെ കെട്ടിടങ്ങളുടെ തകർച്ച തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. 158 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പലപ്പോഴും ഹാജർ നില 20-ൽ താഴെയാണ്. ഏത് സമയവും നിലംപൊത്താവുന്ന കെട്ടിടത്തിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ മടിക്കുന്നതാണ് ഹാജർ കുറയാൻ കാരണം. കൊപ്പം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധന നടത്തി 2 കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലെന്ന് രേഖാമൂലം അറിയിച്ചിട്ടും ക്ലാസ് മുറികൾ മാറ്റാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഇതുവരെയും നമ്മളെ ഒരു കാര്യങ്ങളും മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇനിയും നമ്മൾ ഈ സമരമുറയായിട്ട് തന്നെ പോകാനാണ് തീരുമാനം. കുട്ടികളെ സംരക്ഷണം എന്തായാലും മാനേജ്മെന്റ് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് ഇനിയതായി അപേക്ഷിക്കാം. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനോട് കാണിച്ച അനാസ്ഥ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ മക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന്റെ മെയിൻ കെട്ടിടത്തിന് ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വിഷയത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും രക്ഷിതാക്കളും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെയും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതുവരെയും പ്രതിഷേധം തുടരാനാണ് നീക്കം. ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങിൽ എങ്ങനെ നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കും? ഇത് കണ്ട് സങ്കടം കൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറല്ല. പല സ്ഥലങ്ങളിലും അപകടങ്ങൾ വന്നു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷേ ഈ സ്കൂളിലും ഈ സ്കൂളിലെ പരിസര പ്രദേശത്തുള്ളവരും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും അതിന് തയ്യാറല്ല. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിലായിരുന്നു രക്ഷിതാക്കൾ ഇപ്രാവശ്യവും കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചത്. എന്നാൽ സ്കൂൾ തുറന്ന് 2 മാസം പിന്നിട്ടിട്ടും യാതൊരു മാറ്റവുമില്ല. കുട്ടികളെ വെച്ചിട്ട് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെ മാനേജ്മെന്റ് ഇതുവരെ ഞങ്ങളുടെ ഒരു ആവശ്യം നടത്തി തരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഗവൺമെന്റ് സർക്കാർ ഇത് സ്കൂൾ ഏറ്റെടുക്കണം. ഈ സ്കൂളിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. പരിസരത്തുള്ള സ്കൂളുകളുമായിട്ട് ഗവൺമെൻറ് നൽകേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും ഒരു എയ്ഡഡ് സ്കൂളിന് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. ഓരോ ടീച്ചർമാർ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ മാനേജ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. 40 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടാണ് ടീച്ചേഴ്സിൻ്റെ ഇവർ എടുക്കുന്നത്. അതിൽ നിന്ന് 1% പോലും ഇവർ സ്കൂളിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നില്ല.
വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിലെ വലിയൊരു കെട്ടിടം തകർന്നു വീണിരുന്നു. 5ഓളം ക്ലാസ് മുറികളുള്ള കെട്ടിടമാണ് അന്ന് തകർന്നത്. അപകടമുണ്ടായത് രാത്രിയായതിനാൽ വലിയൊരു ദുരന്തമാണ് അന്ന് ഒഴിവായത്. സമാന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് പരാതി ഉയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് പുതുശ്ശേരിയിൽ ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. പുതുശ്ശേരി നീലിക്കാട് സ്വദേശി സുഭാഷാണ് മരിച്ചത്. മകന് പരിക്കേറ്റു. റോഡ് പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി ഹൈവേ അതോറിറ്റി കുരുടിക്കാട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ഡിവൈഡറിൽ തട്ടിയാണ് അപകടം. നിർമ്മാണത്തിന്റെ പേരിൽ അശാസ്ത്രീയമായ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. കോയമ്പത്തൂരിൽ നിന്ന് പുതുശ്ശേരിയിലുള്ള വീട്ടിലേക്ക് വരികയായിരുന്നു അപകടത്തിൽപ്പെട്ടവർ. കുംഭമേള വൈറൽ പെൺകുട്ടിയെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവിനെ വിമർശിച്ച് ഹൈക്കോടതി. പെൺകുട്ടിയെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന് ഉത്തരവിറക്കാൻ എന്ത് അധികാരമാണ് കമ്മീഷനുള്ളത്? കമ്മീഷന്റെ ഉത്തരവ് ജീവിക്കാനുള്ള അവകാശത്തെ പ്രഥമദൃഷ്ടിയ ബാധിക്കുന്നതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധികാരപരിധിയിൽ സംശയമുണ്ട്. ഉത്തരവിറക്കാൻ കമ്മീഷന് പ്രഥമദൃഷ്ടിയ അധികാരമില്ല. ദേശീയ കമ്മീഷൻ കോടതിയോ ട്രിബ്യൂണലോ അല്ല എന്നും പോലീസ് സംരക്ഷണം തേടിയുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലാണ് കമ്മീഷനെതിരായ വിമർശനം. അനുമതിയില്ലാതെ പെൺകുട്ടിയെ കൈമാറുന്നത് കേരള ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ പൂർത്തിയാക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.